പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനത്തിലുണ്ടല്ലോ നമ്മളെ വിശദീകരിക്കാനൊരു പവറുണ്ട്. ദൈവവചനത്തിന് നമ്മെ പാപത്തിൽ നിന്നകറ്റി വിശുദ്ധിയിൽ നിറയ്ക്കാനുള്ളൊരു പവറുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പവറുണ്ട് കേട്ടോ. വചനം പറയുമല്ലോ, സങ്കീർത്തനം 119:11, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ആരൊക്കെയാണോ ഈ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് അവർക്ക് പാപത്തിൽ വീഴാതിരിക്കാനുള്ള കൃപ ലഭിക്കും. അല്ലെങ്കിൽ അവനോ അവളോ പാപത്തിൽ വീഴത്തില്ല. ഒരുപാട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉപദേശങ്ങളുണ്ട്. നല്ല ഉപദേശങ്ങൾ. നല്ലൊരു സുഹൃത്താണ് ദൈവവചനം എന്ന് പറയുന്നത്. ഓരോ സന്ദിഗ്ധ അവസ്ഥകളിലും എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വചനം നമ്മെ പഠിപ്പിച്ചു തരും. പ്രത്യേകിച്ച് നമ്മൾ സഭാപ്രസംഗകൻ, ജ്ഞാനത്തിൻ്റെ പുസ്തകം, സുഭാഷിതങ്ങൾ, പ്രഭാഷകൻ ഒക്കെ വായിക്കുമ്പോൾ നല്ല നല്ല ജ്ഞാനം നിറഞ്ഞ ഉപദേശങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കും. മത്തായി 22:29 യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അതായത് നമ്മൾ പലപ്പോഴും തെറ്റിലേക്ക് വീഴുന്നത് ഈ വചനമാകുന്ന അമൂല്യ രത്നത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല. ഇതിലുള്ള ഉപദേശങ്ങൾ നമ്മൾ തലയിലും ജീവിതത്തിൽ ഹൃദയത്തിലും സ്വീകരിച്ചിട്ടില്ല. ഈ വചനം തെളിച്ചിട്ടിരിക്കുന്ന പാതയിലൂടെ നമ്മൾ നടക്കുവാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മളൊരു തീരുമാനം എടുക്കണം. ദൈവത്തിൻ്റെ വചനം എന്നെ വിശദീകരിക്കുന്ന, എന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പാതയിലൂടെ ജീവിക്കാൻ, പാപത്തോട് നോ പറയാൻ, ദൈവത്തോട് യെസ് പറയാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കാൻ ഈശോ അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ ഇന്ന് സർവ്വകൃപകളാലും പൂരിതമാക്കട്ടെ. മെസ്സേജ് ബോക്സിൽ വചനമേ നയിച്ചാലും എന്ന് ടൈപ്പ് ചെയ്തയക്കുക.